ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൽഫോൻസ ജെയിംസ്. ഞാൻ ബഹ്റൈനിൽ നിന്ന് വരുന്നു. ഇത് ഈ അൾത്താരയിലുള്ള എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് 4, 2023 ആണ്. ഇന്നത്തെ എൻ്റെ എൻ്റെ 2 അനുഭവങ്ങളും ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗത്തിൽപ്പെട്ടതല്ല. പരിശുദ്ധ അമ്മ, ആ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എൻ്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നൽകിയ അനുഗ്രഹങ്ങളാണ്. ആദ്യമായി ഞാൻ ബഹ്റൈനിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കോൺട്രാക്റ്റ് 2024 ഓഗസ്റ്റ് 19 എൻ്റെ റിന്യൂ ആയത്. 2 years കോൺട്രാക്റ്റാണ്. അങ്ങനെ കോൺട്രാക്റ്റ് റിന്യൂ ആയതിന് ശേഷം അവിടെ അവരുടെ അക്കോമഡേഷൻ അലവൻസ് അവർ ആഡ് ചെയ്തു. അവർ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അക്കോമഡേഷൻ അലവൻസ് ആഡ് ചെയ്തു. അത് സെപ്റ്റംബർ 1, 2024 തൊട്ടാണ് അവർ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി 10 days ബിഫോർ എൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തതിനാൽ അവരെനിക്കിത് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ മാനേജർ വഴിയും അഡോൺ വഴിയൊക്കെ സംസാരിച്ചു. എന്നെപ്പോലെ 1-2 പേര് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ സെപ്റ്റംബർ മന്തിലുള്ളവരും അങ്ങനെ കുറേ ആൾക്കാർ ഈ ഇഷ്യൂസിൽ പെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു. ഓൺലി 10 days അല്ലേ ഉള്ളൂ. ബട്ട് അവർ BDF ഹോസ്പിറ്റലാണ്, അവരുടെ ഒരു റൂൾസ് അവർ ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ എങ്കിലും പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു ത്രൂ മാനേജർ. പക്ഷേ അവരത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. രണ്ടാമതും ഞാൻ എൻ്റെ പേപ്പറും കൂടെ വേറെ 2 പേരുടെ പേപ്പറും കൂടെ ചേർത്ത് വാങ്ങിച്ച എല്ലാ പേപ്പേഴ്സും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ആ കവറിനുള്ളിൽ ഇട്ടിട്ട് ഞാൻ മാനേജർ ത്രൂ അത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും മാനേജർ എന്നോട് പറഞ്ഞൊരു കാര്യം, അവരൊരു പ്രാവശ്യം റിജക്റ്റ് ചെയ്താൽ ഇനി അടുത്ത കോൺട്രാക്റ്റ് ആഫ്റ്റർ 2 years അവരത് കൺസിഡർ ചെയ്യുകയുള്ളൂ. നമുക്കൊരു റിപ്ലൈ പോലും കിട്ടത്തില്ല. ഇത് അവർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നൊരു റിപ്ലൈ പോലും നമുക്ക് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്, പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുണ്ട്, മേഡം ഇത് സബ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ പേരിലൊന്നും എന്തായി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ ഒരു സമയം ഞാനിവിടെ ലീവിന് വരുന്നത്. അതിന് 2 ദിവസം മുമ്പ് ഡിസംബർ 10, 2024 ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ഒരു ദിവസം ഏകദേശം മോർണിംഗ് ഒരു 3 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ഇവിടുത്തെ 5:30 സമയമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നത് തൊട്ട് മുമ്പുള്ള സമയം. ആ സമയം ഞാൻ കാണുന്ന സ്വപ്നത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് പേൾ എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പരിശുദ്ധ അമ്മ, ഇവിടെ നമ്മൾ കാണുന്ന നമ്മുടെ കൃപാസന അമ്മ, അത്ര സുന്ദരിയായ ഞാൻ ഈ ലോകത്ത് ഇതുവരെയും ആരെയും കണ്ടിട്ടില്ല. അത്ര സുന്ദരിയായ അമ്മ അവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു കോറിഡോർ പോലുണ്ട്, അതിലൂടെ കയറി വരുന്നു. ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഒരു കാറ്റിനേക്കാൾ വേഗത്തിലാണ് അമ്മ ഇവിടെ സഞ്ചരിച്ചെത്തുന്നത്. അതിനുശേഷം ഞാൻ കാണുന്ന ഒരു ഇടുങ്ങിയ വാതിലിലൂടെ അമ്മ അകത്ത് പോകുന്നു. അവിടെ ഒരു വെള്ള ടേബിളിൽ അമ്മ എന്തോ ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നു. പക്ഷേ ഇടുങ്ങിയ വാതിലെന്നുള്ളത് എനിക്കപ്പോൾ മനസ്സിലായില്ല. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഡോറെല്ലാം നല്ല സ്പേസ് ഉണ്ട്, വിശാലമായ വാതിലുകളൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് എന്താ എവിടുന്നാന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് മാതാവ് അതേപോലെ തന്നെ അമ്മ അവിടുന്ന് അതേ സ്പീഡിൽ വന്ന പോലെ സ്പീഡിൽ തിരിച്ചു പോകുന്നു. തിരിച്ചു പോയി അതേ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഡിസംബർ 12 ട്രാവൽ ചെയ്യാനിരിക്കുകയായിരുന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇത് എന്തെങ്കിലും മുകളിലോട്ടല്ലേ പോയത്, അപ്പോൾ മാതാവ് എന്തെങ്കിലും ട്രാവൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അടയാളങ്ങളായിരിക്കും കാണിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിനുശേഷം കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്, മറ്റ് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം തിരിച്ച് ഞാൻ അവിടെ ചെന്ന് ഫെബ്രുവരി 25, അതൊരു ചൊവ്വാഴ്ചയാണ്, ഇവിടുത്തെ ആരാധന നടക്കുന്ന സമയം, ആരാധനയൊക്കെ കഴിഞ്ഞ ഒരു സമയം, അതായത് അവിടെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയി കാണും. ആ ഒരു ടൈമിൽ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ HR-ൽ നിന്ന് കോൾ വന്നു, നിങ്ങളുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ അക്കോമഡേഷൻ അലവൻസ് ആഡ് ചെയ്ത പുതിയ കോൺട്രാക്റ്റാണ്, അത് സൈൻ ചെയ്യാനായിട്ട് വിളിക്കുന്നെന്ന് പറഞ്ഞു.
ഞാൻ അവിടെ സൈൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ തന്നെ അവിടെ ചെന്നപ്പം ആ HR സൈഡിലുള്ള ഒരു ഡോറ് അതേപോലെ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഇടുങ്ങിയ ഡോറാണ്. BDF ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്നും നമ്മൾ ആ HR ഭാഗത്തോട്ടൊന്നും പോകാറില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല. കണ്ടിട്ടുണ്ടാവാം, പക്ഷേ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. അതേ ഡോറിലൂടെയാണ് അന്ന് പരിശുദ്ധി അമ്മ വന്ന് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തതും അതേ ഒരു വെള്ള കളറുള്ള ടേബിളിലാണ് സൈൻ ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ എന്താണോ കണ്ടത് അതേ ടേബിളിലാണ് പരിശുദ്ധി അമ്മ എനിക്ക് വേണ്ടി അവർക്ക് മുൻപേ സൈൻ ചെയ്തത്. സമയത്തിൻ്റെ മേൽ അധികാരിയായ അമ്മ 2 വർഷം BDF ഹോസ്പിറ്റലുകാർ ടൈം പറഞ്ഞെടുത്ത് പരിശുദ്ധി അമ്മ അത് മാസങ്ങൾക്കുള്ളിൽ കൃത്യമായിട്ട് അതെനിക്ക് ശരിയാക്കി തന്നു. പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, അത് ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്നിരുന്ന സമയത്ത് വേളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈശോയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു, അവിടെ എല്ലാവരും മുട്ടിൽ നീന്തി വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തോടുള്ള സഹനങ്ങളോട് ചേർന്ന് ആ മുട്ടേ നീന്തി കൊന്ത ചെല്ലി മുട്ടേ നീന്തി പോകാമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് തുടങ്ങി ഒരു പകുതി പോലും എത്തിയില്ല. എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താൽ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പോൾ ഞാൻ കൊന്തയെല്ലാം പോയിട്ട് എനിക്കൊരു വാക്ക് പോലും പറയാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധി അമ്മേ, സഞ്ചാരി മാതാവേ, അമ്മയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. അമ്മ ഈശോയോട് ഒന്ന് പറഞ്ഞ്, ഈശോയുടെ കുരിശിൻ്റെ വഴിയെ അമ്മ പോയതല്ലേ, അമ്മ ഈശോയ്ക്ക് കരുത്ത് പകർന്നതല്ലേ, എന്നെയും അതിൻ്റെ അവസാനം വരെ എത്തിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ എനിക്കൊരു വചനം ഈശോ തന്നു. അതിതായിരുന്നു, വിശുദ്ധ ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഞാൻ ഈ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാൻ എങ്ങനെയാ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ഒരു ഭാരവും ഉണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിട്ട് ഞാൻ അവിടെ വരെ എത്തി. അതിൽ നിന്ന് അപ്പോൾ എനിക്ക് ഈശോ തന്ന വേറൊരു മെസ്സേജ് ഇതാണ്, ജീവിതത്തിൽ ഇതുപോലെയാ, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഇതുപോലെ ഈശോയുടെ വചനങ്ങൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഉരുവിട്ടാൽ നമ്മൾ പോലും അറിയത്തില്ല. പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷെ നമ്മൾ അറിയില്ല അതിൻ്റെ വേദനയോ തളർച്ചയോ ഒന്നും നമ്മൾ അറിയില്ല. ഈശോയും അമ്മയും കൂടെ നമ്മളെ നിത്യതയാകുന്ന ആ ഫിനിഷിംഗ് പോയിന്റിൽ, ഈ ലോകമാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകമാകുന്ന ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്ക് പരിശുദ്ധ അമ്മ ഈശോയുടെ കയ്യും പിടിച്ച് നമ്മളെ എത്തിക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കപ്പോൾ ഈശോ തന്നത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഇവിടെയുള്ള പല പള്ളികളിൽ ഞാൻ സാധാരണ കൊടുക്കാറില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് കൃപാസനത്തെ പറ്റി അറിയാം. പക്ഷേ ഉടമ്പടിയൊക്കെ എടുക്കുന്നത് കുറവാണെന്നേ ഉള്ളൂ, എങ്കിലും ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് പള്ളികളല്ലാതെ വേറെ പൊതുസ്ഥലങ്ങളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ സാധാരണയായിട്ട് ഇവിടെ പത്രങ്ങൾ കൊടുക്കാറുള്ളത്. അവിടെ ബഹ്റൈനിലാണേലും അവിടെ ഞങ്ങൾക്ക് പള്ളികളിൽ കൊടുക്കാൻ പാടില്ലെന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഫ്രണ്ട്സിൽ അങ്ങനെയൊക്കെ അറിയാവുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ വേറെ ഇപ്പം നമ്മുടെ ഇന്ത്യൻസ് മലയാളികളല്ലാതെ ഇന്ത്യൻസ്, ഫിലിപ്പീൻസ് അങ്ങനെയുള്ളവർക്കെല്ലാം ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 8-ാം തിരുവചനം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അൽഫോൻസ ജെയിംസ് എന്ന ഈ സഹോദരി വളരെ ശക്തമായ ഈശോയെ സ്നേഹിക്കുന്നു, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്നുള്ള വലിയ തീക്ഷ്ണതയോടുകൂടി ഏറ്റുപറഞ്ഞ ഒരു സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. ബഹ്റിൻ വർക്ക് ചെയ്യുന്ന ഈ മകൾക്ക് അവരുടെ അക്കോമഡേഷൻ അലവൻസ് ഫ്രീസ് ചെയ്ത ഒരു സമയത്തിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അധികാരത്തോടു കൂടി
ഒരു ഇടുങ്ങിയ വാതിലിലൂടെ കടന്നുപോയി അവരുടെ പേപ്പറുകൾ സൈൻ ചെയ്ത് വളരെ ശീഘ്രവേഗത്തിൽ, കാറ്റിൻ്റെ വേഗത്തിൽ പരിശുദ്ധ അമ്മ സ്വപ്നദർശനത്തിലൂടെ മകൾക്ക് മെസ്സേജ് കൊടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു സാക്ഷ്യം കൂടിയാണിത്. പരിശുദ്ധ അമ്മയെ ഇന്ന് ഒരുപാട് മക്കൾ സ്വപ്നദർശനത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ഒരുപാട് മക്കൾ കണ്ടിട്ടുണ്ട്. സുന്ദരിയായ ഒരമ്മ ഈ മകൾക്ക് കൊടുത്ത ഒരു വലിയ സന്ദേശമാണിത്. നിൻ്റെ കൂടെ ഞാനുണ്ട്, നിൻ്റെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പരിശുദ്ധ അമ്മ കാറ്റിൻ്റെ വേഗതയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ സന്ദേശം കൊടുത്തപ്പോൾ ഏലീശാമ്മയുടെ ആ ഒരു പ്രായമായ അവസ്ഥയിൽ അവരെ സഹായിക്കാനായി പരിശുദ്ധ അമ്മ, ഞാനും പ്രഗ്നൻ്റ് ആണല്ലോ, ഞാൻ സാവധാനത്തിൽ നടക്കണമല്ലോ എന്നൊന്നും ചിന്തിച്ചുകൊണ്ടല്ല അമ്മ നടന്നത്. വചനം പറയുന്നത് അവൾ അതിശീഘ്രം അവിടേക്ക് സഹായിക്കാനായി പോയെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ 3 മാസക്കാലത്തെ ഉടമ്പടി ജീവിതം അങ്ങനെ തന്നെയാണ്. അതിശീഘ്രം ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾക്കായി സൈൻ ചെയ്ത് ഈശോയ്ക്ക് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കാര്യസാധ്യതകൾ നമുക്ക് നേടിത്തരുന്നത്. നമ്മുടെ വിശുദ്ധി എത്രമാത്രം ഉന്നതമാണോ, നമ്മുടെ ആസ്തി എത്രമാത്രം വലുതാണോ, അത്രയും പെട്ടെന്നായിരിക്കും നമ്മുടെ നിയോഗങ്ങളുടെ പ്രാപ്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങളുടെ ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്തണമെങ്കിൽ ഒരൊറ്റ വരി പ്രാർത്ഥനയെ ചെല്ലാവൂ, അത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള ഒരൊറ്റ വരി പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചെല്ലുമ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈശോയെ നമുക്ക് ആശ്ലേഷിക്കാൻ സാധിക്കുന്നതായി തോന്നുന്നത്. ഈ മകൾ വിശേഷവിധിയായി ഈശോയെ സ്നേഹിക്കണമെന്നുള്ള വലിയ ആർദ്രമായ സ്നേഹത്തോടുകൂടി വേളാങ്കണ്ണി പള്ളിയിൽ മുട്ടിയിൽ നീന്തുന്ന സമയത്ത് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ ആകാതിരുന്ന സമയത്ത് വചനമാണ് ഈ മകൾക്ക് സ്പീഡ് നൽകിയത്. അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ആ തളർച്ചയിൽ നിന്ന്, ആ പ്രലോഭനത്തിൽ നിന്ന് മറികടക്കുവാൻ ഈ മകൾക്ക് സഹായിച്ചു എന്ന് ഏറ്റുപറയുകയുണ്ടായി. നമുക്കറിയാം, നാം പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോ തളർന്നു വീഴുന്ന അവസരങ്ങളിലെല്ലാം, പിശാചിൻ്റെ ആ പ്രലോഭനങ്ങളുടെ സമയത്തെല്ലാം പരിശുദ്ധ അമ്മ മുന്നോട്ട് നടക്കുന്നുണ്ട്. നമുക്ക് പൈശാചിക ബന്ധനങ്ങളോ പ്രലോഭനങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പരിശുദ്ധ അമ്മ നമുക്ക് മുൻപേ നടക്കുന്നതായി നമുക്കെപ്പോഴും അനുഭവപ്പെടുന്നത് ഉടമ്പടി ജീവിതത്തിൽ നാം വിശ്വസ്തരാകുമ്പോഴാണ്. നമുക്കെപ്പോഴും ഉടമ്പടി ജീവിതം നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിക്കാം. ഈശോയെ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ തിരുരക്തവും തിരുശരീരവും നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മാത്രം നമ്മുടെ വിശ്വസ്തതയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രഖ്യാപനം ചെയ്യുവാനുള്ള വലിയ പ്രാപ്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസ പറയുന്നത്, നമ്മളെ ഈശോ നിത്യതയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് അവിടേക്ക് നടക്കണമെന്നുള്ളൊരു വലിയ തീക്ഷ്ണമായ പ്രാർത്ഥനയാണ്. ഉടമ്പടി 2 or 3 തവണ പുതുക്കി കഴിയുമ്പോൾ എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് അൽഫോൻസയും പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ വയലിൽ ഒളിച്ചു വെച്ച നിധി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് അൽഫോൻസയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.